ശ്രുവണ്ണൻ ദ മെഗാ വില്ലൻ, തോൽക്കാൻ മനസ്സില്ലാതെ പോരാടുന്ന ഒരു മോട്ടിവേറ്റർ. ഓരോ യൂണിവേഴ്സിലും പല തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ട് പോലും വളരെ നൈസായിട്ട് അമ്മന്റെ കയ്യിൽ നിന്നും എസ്കേപ്പ് ആവുന്ന ശ്രുവണ്ണനെ തളയ്ക്കാനുള്ള ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയാണ് കണ്ണാത്താൾ. കണ്ണാത്താളിന്റെ പ്രൊട്ടക്ഷനിലുള്ള അവസാനത്തെ യൂണിവേഴ്സിലാണ് ഈ കഥ നടക്കുന്നത്. ബാക്കി യൂണിവേഴ്സിലെല്ലാം ശ്രുവണ്ണൻ അമ്മന്റെ കയ്യിൽ നിന്നും സിമ്പിൾ ആയിട്ട് ഊരിപ്പോന്നു. ഈ യൂണിവേഴ്സിലും അണ്ണന് ആ ചരിത്രം ആവർത്തിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബാക്കി കഥ നിങ്ങൾ തന്നെ കണ്ടോളൂ. ശ്രു The End Game. Get ready for the end game, you son of a bitch. അധ്യായം 5. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ റൗഡികൾ കാട്ടിലൂടെ ഓടിക്കുകയാണ്. അവളെ രക്ഷിക്കാൻ ആ കാട്ടില് ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. അവൾ സഹായത്തിനായി അലറി വിളിക്കുകയാണ്. അപ്പോൾ അതാ കുതിരപ്പുറത്ത് ഫുൾ സ്പീഡിൽ വരികയാണ് ഈ യൂണിവേഴ്സിലെ ഹീറോ, നമ്മുടെ സ്വന്തം ശ്രുവണ്ണൻ. பேரணம்மா அதான் 5 பேர் துரத்திருக்காங்க. ஃபைட்டா வேணாப்பா, இப்ப அதெல்லாம் யாரும் விரும்புறது இல்ல. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി. അതെ അതെ, വളരെ നല്ലൊരു ഐഡിയ ആണത്. അതായത് നിങ്ങളെ കൊല്ലാനായിട്ട് ആരെങ്കിലും വാളൊക്കെ എടുത്ത് തൊട്ട് പിന്നിൽ നിൽക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കരുത് കേട്ടോ. തിരിഞ്ഞു നോക്കാനേ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ കൂളിംഗ് ഗ്ലാസോ അല്ലെങ്കിൽ അവിടെ വല്ല ചില്ല് കഷ്ണമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം പെറുക്കണം. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് അവരെത്ര ബാക്കിലാണ് നിൽക്കുന്നതെന്ന് നോക്കണം. അതിനുശേഷം മാത്രം അടുത്ത മൂവിലേക്ക് കടക്കുക. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. ரத்தம் வர வர 5 பேர் கூட சண்டை போட்டு உன்னை காப்பாத்திருக்கேன். வா வா. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. நல்ல கத்து. எவனும் வர மாட்டான். ஏன்னா இங்க ஹீரோவே நான் தான். ആഹാ, ഇപ്പോഴാണ് നമ്മുടെ പഴയ ശ്രുവണ്ണൻ തിരിച്ചു വന്നിരിക്കുന്നത് ഗായ്സ്. ഇത് 5 സ്റ്റാർ ഹോട്ടലിന്റെ ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളല്ല ഗായ്സ്. ഇത് നമ്മുടെ ശ്രുവണ്ണന്റെ സ്വന്തം അച്ഛനാണ്. ശ്രുവണ്ണൻ ഒരു പ്ലേ ബോയ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ട ഗേൾസിനെയൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഇങ്ങേരാണ്. സോ ഇയാൾ അച്ഛനാണോ അതോ മാമനാണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. അതിന് വ്യക്തമായൊരു ഉത്തരം ഇല്ല. என்னது என் கண்ணாடியில எடுத்து போட்டுக்கிட்டு தொப்பி இப்பெல்லாம் வச்சுக்கிட்டு என்ன எங்க போற? ஏதாவது பொண்ணுக்குன்னு செட்டப் பண்ணிருக்கியா? 25 பவுன் நகை போட்டு வந்தான்ற ஒரே காரணத்துக்காக 25 வருஷமா இந்த ஒரே லேடி கூட குடுத்த நட்டிட்டு இருக்கு. ഇത് എനിക്ക് തോന്നണേ ഇല്ലപ്പാ. നല്ല ഫസ്റ്റ് ഫാമിലി തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ശ്രുവണ്ണൻ തന്റെ പൊടി പിടിച്ച പഴയ ചെരുപ്പ് മാറ്റിയെടുക്കാൻ വേണ്ടി അമ്മന്റെ അമ്പലത്തിലേക്ക് വരും. അപ്പോഴാണ് അവിടെ വെച്ച് കണ്ണാത്താളിനെ ശ്രുവണ്ണൻ കണ്ടുമുട്ടുന്നത്. മാരിയമ്മയുടെ മറ്റൊരു രൂപമായാണ് ഗ്രാമവാസികൾ കണ്ണാത്താളിനെ കാണുന്നത്. എല്ലാവരും ഭയഭക്തിയോടെ കണ്ണാത്താളിനെ നോക്കുമ്പോ നമ്മുടെ ശ്രുവണ്ണൻ അവളെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യും. ரொம்ப பயபக்தியோட கும்புற மாதிரி இருக்கு. என்ன வேண்டிக்கிட்ட? அப்ப வேணும்னு வேண்டிக்கிட்டு அந்த புள்ள நம்மள சாமி இறங்கிருந்தா கல்ச்சர் போறீங்களா? இருக்கட்டும், அது பாட்டு இருந்துட்டு போகுது, நமக்கு என்ன? കരകാട്ടക്കാരിയായ കണ്ണാത്താളിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അതിനുവേണ്ടി ശ്രുവണ്ണൻ ഒരു സിമ്പിൾ പ്ലാൻ തയ്യാറാക്കും. ഒന്നുമില്ല, എപ്പോഴത്തെ പോലെ തന്നെ കണ്ണാത്താളിനെ ശ്രുവണ്ണൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കും. അമ്പലത്തിൽ കുഴലൂതി ജീവിക്കുന്ന അവളുടെ അച്ഛൻ വീരാസ്വാമി. നിങ്ങളല്ല ചേട്ടാ, ഇത് വേറെ വീരാസ്വാമി. കണ്ണാത്താളിന്റെ അച്ഛൻ വീരാസ്വാമി കണ്ണാത്താളിനെ ശ്രുവണ്ണന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞ് ശ്രുവണ്ണന്റെ കല്യാണം ഗംഭീരമായി തന്നെ നടക്കും. ഒടുവിൽ ആ സമയം വന്നെത്തി. ശ്രുവണ്ണന്റെ ഫസ്റ്റ് നൈറ്റ്. സ്ത്രീകളെ അടിമകളായി കാണുന്ന പഴയ സംസ്കാരത്തോട് ശ്രുവണ്ണന് വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ ശ്രുവണ്ണൻ തന്റെ ഭാര്യയ്ക്ക് ഹൈ ക്ലാസ് വിസ്കി ഓഫർ ചെയ്യും. ஃபர்ஸ்ட் நைட்ல புருஷன் குடிக்கிற பாலை பொண்டாட்டி குடிக்கணும், புருஷன் குடிக்கிற விஸ்கியை பொண்டாட்டி குடிக்க கூடாதான்னு நினைக்கிறல்ல? என்னோட ஃபேமிலி ஸ்டேட்டஸை மெயின்டைன் பண்ண. என்னை பொறுத்த வரைக்கும் ஆணும் குடி பெண்ணும் குடி, நீயும் குடி. நான் ரொம்ப கஷ்டப்பட்டு உங்ககிட்ட ஹீரோவா நடந்துக்கணும்னு முயற்சி பண்றேன். நீ என்ன அனாவசியமா வில்லன் ஆக்கிடாத. A few moments later. Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid.
ശ്രുവണ്ണൻ ഒരു മോഡേൺ മൈൻഡുള്ള ആളായതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയും പഴമയിൽ നിന്ന് പുതുമയിലേക്ക് കടന്നു വരണം എന്ന ആഗ്രഹം അദ്ദേഹത്തിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുവണ്ണൻ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം തന്റെ ഭാര്യയ്ക്ക് ഒരു ഗൗൺ സമ്മാനമായി കൊടുക്കും. പക്ഷെ കണ്ണാത്താളിന് ആ ഗൗൺ ഇഷ്ടമാവില്ല. അപ്പൊ എന്താണ്ടാവുക? അപ്പൊ ശ്രുവണ്ണന് ദേഷ്യം വരും. A few moments later. ஐயோ கண்ணாத்தா, ரத்தம்மா, அடே பாவி, ரத்தம் வர அளவுக்கு அடிக்கிற மாதிரி என்ன ரவுடி ஆக்கிட்டேடி. ஏன்டா என்ன ஆம்பளைய படிச்ச? ஏன் ஆம்பளைய படிச்ச? பொண்டாட்டிகளை நம்பாதீங்க, பொண்டாட்டிங்க நமக்காக எதுவும் செய்ய மாட்டாங்க. சங்கிக்குள்ள வர பறந்து நீ எந்திர மனுஷ மாறிக்கிற வேடிப்பிக்கற போட மாட்டேன் மாட்டேன். ஐயோ கண்ணாத்தா, ரத்தம்மா, இதுக்குதான் ஆசைப்பட்டேன். இந்த ஒரு விஷயத்துல என்ன குழந்தை மாதிரி நினைச்சுக்கிறியா? என்ன കുഴന്ത മാതിരി നടിച്ചുക്കോ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണാത്താളിനെ കാണാൻ അമ്പലത്തിൽ കുഴൽ വായിക്കുന്ന അവളുടെ അച്ഛൻ വീരാസ്വാമി ശ്രുവണ്ണന്റെ വീട്ടിലേക്ക് വരും. അവിടെ വെച്ച് അണ്ണൻ അയാളെ നാണം കെടുത്തി വിടും. മാപ്പിള என்ன சொல்றாரு? நீ நான் பிரிட்டிஷ்காரனா? தமிழ்ல சொன்ன தெரியாதா உனக்கு? இதுக்கு வந்த சொல்லு 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 சொல்லு. நான் பொண்ணை பார்த்துட்டு போலான்னு வந்தேன். பாரு அங்க பாரியா, பாத்துறல, கிளம்பு. മകളുടെ ജീവിതം നശിച്ചുപോയ സങ്കടത്തിൽ അയാൾ വീട്ടിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് സങ്കടം സഹിക്കാനാവാതെ തന്റെ നാദസ്വരം എടുത്തു വായിക്കും. കഴിഞ്ഞു, അത്രന്നുള്ളൂ. വീരാസ്വാമിയുടെ കഥ അവിടെ വെച്ച് അവസാനിച്ചു. അങ്ങനെ വീരാസ്വാമി തന്റെ ബോഡി അവിടെ ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് പാഞ്ഞു. വീരാസ്വാമി മരിച്ചതറിഞ്ഞ ശ്രുവണ്ണൻ തന്റെ ഭാര്യയോട് ഇങ്ങനെ പറയും. எல்லா நாட்டு கொடி ஆரக்கமத்துல பறக்கூட சொல்லட்டுமா? நான் வேணா சூனா பானாட்ட சொல்லி கவர்மெண்ட்ல ஒரு வாரம் லீவு கொடுக்க சொல்றேன். അത് മാത്രമല്ല, ആൾക്കാർ മരിക്കുമ്പോ എങ്ങനെയൊക്കെയാണ് കരയേണ്ടത് എന്നതിനെ പറ്റി ശ്രുവണ്ണൻ തന്റെ ഭാര്യയ്ക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുക്കും. 5 வயசுல சத்தா அலறி ஆழணும், 10 வயசுல சத்தா ஐயோ அப்பான்னு பதறி ஆழணும், 20 வயசுல சத்தா ஏங்கி ஏங்கி ஆழணும், 50 வயசுல சாவு வந்தா ஹலோ ஹாய் ஹாய்னு സന്തോഷமா അനുപ്പി വെക്കണുണ്ടി. വീരാസ്വാമിയുടെ മരണശേഷം ശ്രുവണ്ണൻ കണ്ണാത്താളിന്റെ കുടുംബത്തെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവര് വീട്ടിലെത്തിയതും നമ്മുടെ അണ്ണൻ അങ്ങേരുടെ അമ്മായി അമ്മയെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യാനായി ശ്രമിക്കും. என்ன மாப்பிள்ளை இது? எங்களுக்கு உங்களை விட்ட வேற யாரு இருக்கா? അത് മനസ്സിലാക്കിയ ശ്രുവണ്ണന്റെ അമ്മായിയമ്മ തന്റെ പെൺകുട്ടികൾക്ക് വിഷം കൊടുത്ത് കൊല്ലും. എന്നിട്ട് അവരും മരിക്കും. അപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ശ്രുവണ്ണനെ തേടിയെത്തുന്നത്. അതെ, കണ്ണാത്താൾ പ്രഗ്നന്റ് ആണ്. ന്യൂസ് കേട്ടതും ശ്രുവണ്ണൻ ആ കുട്ടി തന്റെ കുട്ടിയല്ല എന്ന് വാദിക്കും. നമ്മൂര് വെക്കാളിയമ്മൻ കോയിലിൽ ഗർഭസ്ഥിതിயான കണ്ണാത്ത 3 முறை அங்க பிரதர்ஷனம் செய்யணும். அவ உயிருக்கோ கர்ப்பத்துக்கோ எந்தவித பங்கமும் ஏற்படலைன்னா அவ வயித்துல வளர்ற குழந்தைக்கு சின்னத்தோரதான் அப்பா. அந்த சேவனைகளுக்கு பெருத்து நன்றி. வேறு ஏதாவது அசம்பாவிதம் ஏற்பட்டுச்சுன்னா இந்த பஞ்சாயத்து மூலமா கண்ணாத்தால பிரிச்சு விட்டுருவோம். നീയാണല്ലോ കോടതി, ഓടാമയിര്. അങ്ങനെ ഗ്രാമമുഖ്യൻ പറഞ്ഞതനുസരിച്ച് കണ്ണാത്താൾ നിറവയറുമായി ആ അമ്പലത്തിൽ പോയി 3 റൗണ്ട് ഉരുളും. പക്ഷെ കുട്ടിക്കൊന്നും പറ്റില്ല. അങ്ങനെ കണ്ണാത്താൾ ഈ ഉരുളൽ ടെസ്റ്റിൽ പാസ്സാവുകയാണ്. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. நீங்களா மனுஷ பிறவிகளா? உங்க பேச்ச கேட்டு என் பொண்டாட்டி நான் எழுந்திருப்பேன். அவ பத்தினி தெய்வம். முதல்ல செஞ்ச பாவத்துக்கு அவ காலில் விழுந்து மன்னிப்பு கேளுங்க. ഇനി തനിക്ക് രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ശ്രുവണ്ണൻ കണ്ണാത്താളിനെ തീർക്കാൻ തന്നെ തീരുമാനിക്കും. ഭാര്യയെ കൊന്ന ശ്രുവണ്ണൻ ആ സങ്കടം സഹിക്കാനാവാതെ ഉടൻ തന്നെ മറ്റൊരു കല്യാണത്തിന് തയ്യാറാകും. പക്ഷേ അണ്ണന്റെ 2ാമത്തെ ഭാര്യ സീതാലക്ഷ്മി കുറച്ച് മെന്റലാണ്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. முதல்ல மாமியார் வீட்டுக்குள்ள வரும்போது சோத்தாங்காலி எடுத்து வச்சு தானே வரணும். நான் பீச்சாங்காலி எடுத்து வச்சு வந்துட்டேனே அத்தை. ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ചാനൽ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, என்னத்தை
என்ன பார்த்தா பயமா இருக்கா? பயமா? நான் ஏன் உன்னை பார்த்து பயப்படணும்? என்ன நல்லா பார்த்து சொல்லு. May I come in? ഓ ട്വിസ്റ്റ്, ഇത് സീതാലക്ഷ്മി അല്ല ഗായ്സ്, ഇത് അമ്മനാണ്. അങ്ങനെ അമ്മൻ ശ്രുവണ്ണന്റെ അമ്മയെ വീട്ടിനുള്ളിൽ നിന്ന് ഹിമാലയത്തിലേക്ക് ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി അവിടെ വെച്ച് അവരെ കൊല്ലും. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്ത ടാർഗറ്റ് ശ്രുവണ്ണന്റെ അച്ഛനാണ്. വെള്ളമടിച്ച് പൂസായിരിക്കുന്ന ശ്രുവണ്ണന്റെ അച്ഛന്റെ മുമ്പിലേക്ക് അമ്മൻ വന്ന് നിൽക്കും. ஆவியா இந்த 20ஆம் நூற்றாண்டுல ஆவியாவது சாமியாவது ஏதாவது காலையில பேசலாம் போ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇപ്പൊ ഒന്നുമില്ല, പോയി കാലത്തോ അപ്പൊ പറയാ എപ്പോ വേണമെന്ന്. അങ്ങനെ ശ്രുവണ്ണന്റെ അച്ഛനും പടമാവുകയാണ് ഗായ്സ്. അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ശ്രുവണ്ണന് നോ പ്രോബ്ലം. കാരണം ஏன்னா இந்த உலகத்துல எல்லாரும் என்ன மாதிரி நல்லவனா இருக்க மாட்டான். അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ഈ യൂണിവേഴ്സിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ് ഗായ്സ്. తెక్కుంటది, పెచ్చుంటది, ఎర్రుంటది. ஆவியா நினைச்சா ஆவி, சாமியா நினைச்சா சாமி, மொத்தத்துல அதர்மத்தை அழிக்க வந்த சக்தி. இதெல்லாம் நீ எங்கட சொல்லாத. அந்த தாயையே படுக்கைக்கு கூப்பிட்ட மகாபாதகன் நீ. உன்னை உயிரோட விடுறது தர்மம் இல்ல. பல உருவங்களா கோடான கோடி மக்கள் வணங்கிட்டு வராங்களே, அவங்க எல்லாம் பைத்தியக்காரங்க இல்ல. உன்ன மாதிரி பாவிகளுக்கெல்லாம் இது ஒரு பாடமா இருக்கட்டும். ഭയങ്കര കോമഡിയാ. ഒറ്റ കുത്തിനെ അമ്മാവ് മരിച്ചു കൊടുത്തു. ഓ നോ, അണ്ണൻ പോയി മക്കളെ, എല്ലാം തീർന്നു. ബണ്ണാരിയമ്മൻ മൂലമുണ്ടായ എല്ലാ യൂണിവേഴ്സുകളും അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. മന്ത്രവാദികളും പൂജയും പുകയും കൺമലരും മണ്ടത്തരങ്ങളും എല്ലാമായി നടന്ന നമ്മുടെ ശ്രുവണ്ണന്റെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്.